എങ്ങനെങ്കിലും എന്നെ സ്വന്തമാക്കണമെന്ന് മോഹിച്ചാണ് നിങ്ങൾ എന്റെ കൂടെ നടന്നിരുന്നതെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. എനിക്ക് നിങ്ങളും ഭയങ്കര വിശ്വാസമായിരുന്നല്ലോ. ആ വിശ്വാസം നിങ്ങൾ നശിപ്പിച്ചത്. ഏട്ടന്റെ ഈ പോളിസിയൊക്കെ എടുത്ത് മാറ്റാൻ നേരായി എന്റെ ഏട്ടത്തിയമ്മേ. ഇനി ഏട്ടത്തിയമ്മ വേണം ഏട്ടനെ മാറ്റിയെടുക്കാൻ. ഏട്ടന് ഏട്ടത്തിയമ്മ അത്രയ്ക്ക് ഇഷ്ടല്ലേ, അതുകൊണ്ട് ഏട്ടത്തിയമ്മ എന്ത് പറഞ്ഞാലും ഏട്ടൻ കേൾക്കും. ഏട്ടന് വേറെ കുഴപ്പമൊന്നുമില്ല. ഇത്തിരി പഴഞ്ചൻ ചിന്താഗതിയുണ്ട്, അതൊന്നും മാറിയാ മതി. അതെന്നെ ഞങ്ങളും പറഞ്ഞു വന്നേ. അല്ല, ഏട്ടത്തിയമ്മയുടെ നാണം ഇതുവരെ മാറിയില്ലേ? എന്റെ പാറു, ഇനി ആ നാണമൊക്കെ ഒന്ന് മതിയാക്ക്. ഈ വീട് പണ്ട് മുതലേ പാറുവിന്റെയും കൂടെ വീടല്ലേ, പിന്നെ എന്തിനെങ്ങനെ ഒതുങ്ങിക്കൂടുന്നേ? പാറു മുമ്പ് ഇവിടെ വരുമ്പോ എങ്ങനെയാണോ പെരുമാറിയിരുന്നത് അതുപോലെ തന്നെ പെരുമാറിയാ മതി. അതെ, അത് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടം. ഏട്ടന് വേണ്ടി ദൈവം സൃഷ്ടിച്ചതാ പാറുവിനെ. ഗിരിയും പാർവതിയും. ഗിരി എന്നാൽ ശിവൻ, ശിവനും പാർവതിയും. ശിവനില്ലെങ്കിൽ പാർവതിയില്ല, പാർവതിയില്ലെങ്കിൽ ഗിരിയും ഇല്ല. അങ്ങനെയല്ലേ ഏട്ടത്തിയമ്മേ? ഏട്ടാ, ഈ നേരത്താണോ ഇവിടെ ഇങ്ങനെ വന്നിരിക്കണേ? ഞാൻ എവിടെയൊക്കെ നോക്കി. അവിടെ മുറിയിലെ ഏട്ടത്തിയമ്മ കാത്തിരിക്കുക. വാ. എന്താ ഏട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നില്ല മോളെ. വാ പോവാം. വാ. കുഞ്ഞി എഴുന്നേറ്റ്. ഇന്നു മുതലേ ഇത് നമ്മുടെ മുറിയൊന്നും അല്ല. ഓ എഴുന്നേക്ക് കുഞ്ഞി. എണീക്ക് അങ്ങോട്ട്. എനിക്ക് കുറച്ചു നേരം കൂടെ ഏട്ടത്തിയമ്മരോട്ടിരുന്നു. ആഹാ, നായകൻ വന്നല്ലോ. കടന്നു വരൂ നായക. നായകയുടെ അടുത്തേക്ക് വന്നാലോ? വാ ഏട്ടാ. ഇങ്ങോട്ട് വന്നേ. കയറി വാ. ഏട്ടത്തിയമ്മ ഇവിടെ കാത്തിരിക്കായിരുന്നു. ഇനി ഞങ്ങളായിട്ട് നേരം പാഴാക്കുന്നില്ല. ഞങ്ങൾ ഇറങ്ങുക. വാ വാ. ബൈ. അപ്പോ യുവമിഥുനങ്ങൾക്ക് ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
മിണ്ടി പോവരുത് നിങ്ങൾ. പാറു പാറു ഞാനൊന്ന് പറഞ്ഞു. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങളൊരു ചതിയനാണ്, കൊടും ചതിയൻ. പാറു പാറു വിചാരിക്കുന്ന പോലല്ല കാര്യങ്ങൾ. എന്താ ശരിക്കും പറഞ്ഞില്ലേ, ഒരു വിശദീകരണം എനിക്ക് കേൾക്കണ്ട. നിങ്ങള് ഞാൻ ഇങ്ങനെയല്ല കരുതിയത്. ഇത്രയ്ക്ക് വൃത്തികെട്ട ആളാണ് നിങ്ങളെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എങ്ങനെങ്കിലും എന്നെ സ്വന്തമാക്കണമെന്ന് മോഹിച്ചാണ് നിങ്ങൾ എന്റെ കൂടെ നടന്നിരുന്നതെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. എനിക്ക് നിങ്ങളെ ഭയങ്കര വിശ്വാസമായിരുന്നല്ലോ. ആ വിശ്വാസം നിങ്ങൾ നശിപ്പിച്ചത്. പാറു ഞാൻ ശരിക്കും വീട്ടുകാർ തള്ളിക്കളഞ്ഞാലും എന്റെ മനസ്സറിയുന്ന ഒരാളായി നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷ നിങ്ങൾ മുതലെടുത്തത്. പാറു പാറു ഞാൻ പറഞ്ഞു. മറ്റാർക്കും അറിയില്ലെങ്കിലും സിദ്ധുവിനെ ഞാൻ ഇഷ്ടപ്പെടുന്ന വിവരം നിങ്ങൾക്കറിയായിരുന്നു. അവനുമായുള്ള വിവാഹം നടത്തി തരാൻ വേണ്ടിയാ ഞാൻ നിങ്ങളുടെ സഹായം ആവശ്യപ്പെട്ടത്.